ഹായ്, ഇന്നൊരു ഡേ ഇൻ മൈ ലൈഫാണ്. അപ്പോൾ രാവിലെ തന്നെ ഞാനിങ്ങനെ വൈറ്റ് ഇവിടെ കിടക്കുന്ന കണ്ടിട്ട് അവൻ്റെ കൂടെ കയറി കിടന്നു. അപ്പോൾ കുറച്ച് സമയം കഴിഞ്ഞപ്പോൾ വിൻ്റർ ഓടി വന്നിങ്ങനെ കിടന്നു. വിൻ്റർ അങ്ങനെയാണ്, എപ്പോഴും ഇങ്ങനെ എൻ്റെ അടുത്ത് പറ്റി കിടക്കണം. വൈറ്റ് അടുത്ത് കിടന്നു കഴിഞ്ഞാലും ഇങ്ങനെ ഒരു ചെറിയ ഗ്യാപ്പ് കിട്ടാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്ത് നോക്കും. അപ്പോൾ താഴെ വിസ്കി ഉണ്ടായിരുന്നു. അപ്പോൾ അവളെ ഞാനിങ്ങനെ വിളിക്കുകയാണ്. അവളവിടെ താഴെ കിടക്കുന്നുമുണ്ട്. എഴുന്നേറ്റ ഉടനെ തന്നെ വാക്യൂം ചെയ്യുക എന്നുള്ള പരിപാടിയാണ് ഫസ്റ്റ്. അപ്പം ഞാനിങ്ങനെ വാക്യൂം ചെയ്യുമ്പം വൈറ്റ് ഇങ്ങനെ അവിടെ വന്ന് കളിക്കാനൊക്കെ നോക്കുന്നുണ്ട്. അവൻ രാവിലെ എപ്പോഴും അങ്ങനെയാണ്. കുറേ സമയം അവൻ ഇതേപോലെ ഇങ്ങനെ ഒന്ന് പാമ്പർ ചെയ്യണം. അപ്പം അതിന് വേണ്ടിയിട്ടിങ്ങനെ വരുന്നതാണ്. കണ്ടോ, അവനിങ്ങനെ കളിക്കുന്നതൊക്കെ കണ്ടോ. എൻ്റെ 3 ഡോഗ്സും ടോയ്ലറ്റ് ട്രെയിൻഡാണ്. അപ്പോൾ അവർ പുറത്തെ അവരുടെ പരിപാടികളൊക്കെ ചെയ്യാറുള്ളൂ. ഞാൻ തന്നെയാണ് ഇതൊക്കെ പഠിപ്പിച്ചതും. ഇവരൊക്കെ പെട്ടെന്ന് പഠിക്കും, പക്ഷെ നമുക്ക് നല്ല പേഷ്യൻസ് വേണം. എന്നാൽ മാത്രമേ അവർ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ പഠിച്ചെടുക്കത്തുള്ളൂ. വൺസ് അവരൊന്ന് പഠിച്ചു കഴിഞ്ഞാൽ അവർ പിന്നെ അത് മറക്കത്തേയില്ല. നെക്സ്റ്റ് പരിപാടി എന്ന് പറയുന്നത് ഇവരുടെ ചിക്കൻ ഒന്ന് പ്രിപ്പയർ ചെയ്ത് വെക്കണം. ഇത് ഞാൻ കുറച്ച് ദിവസത്തേക്ക് ഒരുമിച്ചുള്ളതാണ് ചെയ്യുന്നത്. കുറച്ച് മഞ്ഞൾപ്പൊടി വെള്ളം ഒഴിച്ചിട്ട് കുറച്ച് സമയം ഒന്ന് വേവിച്ചെടുക്കും. ഞാനിങ്ങനെ എന്ത് പണിയെടുക്കുമ്പോഴും വൈറ്റും വിസ്കിയും എൻ്റെ പുറകെ തന്നെ ഇങ്ങനെ നടക്കും. അപ്പോൾ നമുക്കൊരിക്കലും നമ്മൾ ഒറ്റയ്ക്കാണെന്ന് തോന്നത്തേ ഇല്ല. എപ്പോഴും ഇങ്ങനെ ഇവർ നമ്മുടെ പുറകെ നടന്നുകൊണ്ടിരിക്കും. മുകളിലുള്ള ബാൽക്കണിയിൽ ഇങ്ങനെ ഇതേപോലെ ഇരുന്ന് കാഴ്ച കാണാൻ വേണ്ടിയിട്ട് ഇവർക്ക് ഭയങ്കര ഇഷ്ടമാണ്. അവിടെ പൂച്ചയൊക്കെ ഉണ്ടാവും. അപ്പോൾ അതിനെയാണ് ഈ നോക്കിക്കൊണ്ടൊക്കെ ഏതു സമയം ഇരിക്കുന്നത്. ഇവിടെ ഞാൻ എൻ്റെ തുണി വിരിച്ചിടാൻ വേണ്ടി വന്നതാണ്. അപ്പം ഇവരെൻ്റെ കൂടെ എപ്പോഴും ഇങ്ങനെ വരാറുണ്ട്. എന്നിട്ട് ഇവിടെ ഇങ്ങനെ ഇരുന്ന് അവിടെയുള്ള കാഴ്ച മുഴുവൻ ഇരുന്ന് കാണും. നല്ലപോലെ പഴുത്തിയൊരു പഴം ഉണ്ടായിരുന്നു. അപ്പം ഞാൻ വിചാരിച്ചു ഒരു ഫ്രൂട്ട് കസ്റ്റാർഡ് ഉണ്ടാക്കാം. നല്ല ചൂടും അല്ലേ, അതിങ്ങനെ കുടിക്കാൻ നല്ല ടേസ്റ്റായിരിക്കും. ഇതേപോലെ അരിഞ്ഞു വെച്ചിരിക്കുന്ന പഴത്തിലേക്ക് നല്ല ചൂടോടുകൂടി ആ കസ്റ്റാർഡ് മിൽക്ക് അതിനകത്ത് ഒഴിച്ചാൽ മതി. എന്നിട്ട് നമ്മൾ ഫ്രിഡ്ജിൽ വെക്കണം. ഞാൻ ഇതിനകത്ത് കുറച്ച് മുന്തിരിങ്ങയും കൂടി ഇട്ടിട്ടുണ്ട്. ഡിന്നറിന് ഞാനൊരു പാസ്ത ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. ഈസിയാണ്. അപ്പം എൻ്റെ പാസ്തയൊക്കെ ദേ റെഡിയായി. വേറൊരു വീഡിയോ ആയിട്ട് ഉടനെ കാണാം.